അരിസോണ ഡെസേർട്ടിലൂടെ ദീർഘദൂര യാത്രക്കിടയിൽ ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് കയറുന്ന ഒരു കത്തി കച്ചവടക്കാരനെ കാണിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. എന്നാൽ ആ ഗ്യാസ് സ്റ്റേഷന്റെ ഉടമസ്ഥൻ വേണൻ അവിടെ ഗ്യാസ് തീർന്നിരിക്കുകയാണ്. ഗ്യാസ് കൊണ്ടുവരുന്ന ട്രക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് വേണൻ ഇയാളെ അറിയിക്കുകയാണ്. മാത്രമല്ല ഇനിയൊരു 100 മൈൽ കഴിയാതെ വേറൊരു ഗ്യാസ് സ്റ്റേഷനും ഇല്ല. സോ ആ ട്രക്ക് വരുന്നവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റെസ്റ്റോറന്റിൽ പോയി വെയിറ്റ് ചെയ്യാം. എന്നാൽ ആ കച്ചവടക്കാരൻ റെസ്റ്റോറന്റിലേക്ക് കയറാതെ അയാളുടെ കാറിൽ തന്നെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ഒരു പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ആ ഓഫീസറുടെ ഭാര്യ ഷാർലറ്റ് ആ റെസ്റ്റോറന്റിലേക്ക് പ്രവേശിക്കുകയാണ്. അതേസമയം ഈ കച്ചവടക്കാരൻ പെട്ടെന്ന് ആ റേഡിയോ ഓൺ ചെയ്യുകയാണ്. അപ്പോഴാണ് അരിസോണയിലെ ഒരു ബാങ്ക് കൊള്ളയടിച്ച ന്യൂസ് അതിലൂടെ കേൾക്കുന്നത്. കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് രണ്ടുപേര് ചേർന്നിട്ട് ഏകദേശം 6 കോടിയോളം രൂപയാണ് ബാങ്കിൽ നിന്നും കൊള്ളയടിച്ചത്. പിന്നീട് സിനിമയുടെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ഗ്യാസ് ട്രക്ക് റോഡരികിൽ മറിഞ്ഞു കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. കുറെ നേരമായി കാത്തിരുന്ന് മുഷിഞ്ഞപ്പോൾ ആ കച്ചവടക്കാരൻ കാറിൽ നിന്നും ഇറങ്ങി ആ റെസ്റ്റോറന്റിലേക്ക് കയറി ഒരു കോഫി ഓർഡർ ചെയ്യുകയാണ്. എന്നിട്ട് ആ ഓഫീസറുടെ ഭാര്യ ഷാർലറ്റിനോട് ഗ്യാസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. മാത്രമല്ല നാളെ അയാളുടെ മകളുടെ ബർത്ത്ഡേ ആണ്. അവന്റെ മകൾ അവളുടെ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത്. സോ അങ്ങോട്ടേക്ക് പെട്ടെന്ന് എത്തിച്ചേരാമെന്ന് തന്റെ മകൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ജോലിയെ കുറിച്ച് ഒരു സംസാരം വരികയാണ്. അയാൾ ഒരു കത്തി കച്ചവടക്കാരനാണ്. അതായത് കിച്ചണിലേക്കൊക്കെയുള്ള ഷാർപ്പായ കത്തികൾ വിൽക്കുന്ന ഒരാൾ. ആ റെസ്റ്റോറന്റിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരു സ്പെഷ്യൽ പൈ ഉണ്ട്. അത് കഴിക്കാൻ എടുക്കട്ടെ എന്ന് ഷാർലറ്റ് അയാളോട് ചോദിച്ചെങ്കിലും ഇപ്പോ എനിക്ക് വിശപ്പില്ല, പിന്നീട് എപ്പോഴെങ്കിലും ആവാമെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഈ പൈ കൊടുക്കാൻ വേണ്ടി ഷാർലറ്റ് സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് ബോയും ട്രാവിസും ഗ്യാസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പമ്പിലേക്ക് വണ്ടി കയറ്റുന്നത്. അപ്പൊ വേണൻ പമ്പിലെ ഗ്യാസ് തീർന്ന കാര്യം പറഞ്ഞിട്ട് ആ റെസ്റ്റോറന്റിൽ പോയി ട്രക്ക് വരുന്നവരെ അവരോടും വെയിറ്റ് ചെയ്യാനായി പറയുകയാണ്. സോ അവർ ആ കാർ റെസ്റ്റോറന്റിന് ചാരിയിട്ട് പാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ട്രാവിസ് ബോയോട് റെസ്റ്റോറന്റിൽ പോയി ഒരു കോഫി കുടിക്കാമെന്ന് ഒരുപാട് നിർബന്ധിച്ചെങ്കിലും ബോ അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ ബോയുടെ സമ്മതമില്ലാതെ ട്രാവിസ് ആ റെസ്റ്റോറന്റിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ വേറെ നിവൃത്തിയില്ലാതെ പിറകെ ബോയും അകത്തേക്ക് കടക്കുകയാണ്. എന്നിട്ട് രണ്ടുപേർക്കും കോഫി എടുക്കാൻ പറയുമ്പോൾ ആ കച്ചവടക്കാരൻ ന്യൂസ് പേപ്പറിൽ പസിൽ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അവരുടെ ആ കാർ കണ്ടപ്പോൾ തന്നെ അവർ ആ കവർച്ചക്കാരായിരിക്കുമെന്ന് ഒരു സംശയമുണ്ടായിരുന്നു. കാരണം ആ ന്യൂസിൽ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇത് ആ കാർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഷാർലറ്റ് വന്ന് അവന്റെ കോഫി ഫിൽ ചെയ്തിട്ട് അവൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന കത്തി കാണിച്ചു തരാൻ വേണ്ടി പറയുകയാണ്. സോ അവൻ ആ പെട്ടി തുറന്നിട്ട് ആ കത്തികൾ ഓരോന്നായി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ ആ സംശയം ഇവളോടും ഷെയർ ചെയ്യുകയാണ്. അവരെ കണ്ടപ്പോൾ അവൾക്കും ഏകദേശം ഒരു ഉറപ്പ് തോന്നിയപ്പോൾ അവിടുത്തെ ലോക്കൽ ഓഫീസറായ അവളുടെ ഹസ്ബൻഡ് ചാർലിയെ കോൾ ചെയ്യാൻ പോയതും ആ കോൾ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ബോ അവരുടെ പിറകിലായി വന്നിട്ട് തോക്ക് ചൂണ്ടിയതിനു ശേഷം ആ കോള് കട്ടാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഷാർലറ്റ് അത് തന്റെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞെങ്കിലും ബോ അവളെ ഒന്ന് വിരട്ടിയിട്ട് ആ ഫോണിന്റെ ലൈൻ മുറിച്ചു കളയുകയാണ്. അതിനുശേഷം അവരെ രണ്ടുപേരെയും ഒരുമിച്ച് ഇരുത്തിയിട്ട് ബോ അവരെ ചോദ്യം ചെയ്യുകയാണ്. രക്ഷപ്പെടാൻ നോക്കിയാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് വിരട്ടിയിട്ട് പുറം ലോകവുമായി അവർക്ക് ബന്ധപ്പെടാൻ ഒരു മാർഗമില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ്. സോ ഇനി ആരെങ്കിലും അങ്ങോട്ട് കയറി വന്നാൽ സംശയം തോന്നാതിരിക്കാൻ ഷാർലറ്റിന് അവളുടെ ഡ്യൂട്ടി ചെയ്യാൻ ബോ അനുവാദം കൊടുക്കുന്നു. അപ്പോഴാണ് ആ റെസ്റ്റോറന്റിലെ അടുത്ത കസ്റ്റമേഴ്സ് ആയ ഒരു വൃദ്ധനും അദ്ദേഹത്തിന്റെ ഭാര്യയും കടന്നു വരുന്നത്. അതേസമയം ഒരു ജൂനിയർ ഓഫീസർ ഗ്യാവിന് സ്റ്റേഷനിൽ നിന്നും ചാർലിയുടെ ഒരു കോൾ വന്നിരുന്നു. ചാർലി അവനോട് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആ റെസ്റ്റോറന്റിൽ കയറി ഒരു കോഫി വാങ്ങിക്കാനും അതോടൊപ്പം അയാളുടെ വൈഫ് ഷാർലറ്റിനോട് എന്തിനായിരുന്നു ഫോൺ വിളിച്ചതെന്ന് അന്വേഷിക്കാനും പറയുന്നുണ്ട്. ആ സമയം ട്രാവിസ് ബോയോട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. ഗ്യാസ് കഴിയാത്ത ഒരു കാറുമായി ആരെങ്കിലും വന്നാൽ അതെടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് മുങ്ങാമെന്ന് ബോയും തീരുമാനിക്കുന്നു. ട്രാവിസിന് അർജന്റായി ബാത്റൂമിൽ പോവാൻ തോന്നിയതും ഷാർലറ്റിനോട് ചോദിച്ചിട്ട് ബാത്റൂം കാണിച്ചു തരാൻ പറയുന്നു. അത് ഗ്യാസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞതും ബോ ട്രാവിസിനോട് വേണന് കാറില്ല എന്ന് ഷാർലറ്റിനോട് നേരത്തെ പറഞ്ഞത് സത്യമാണോ എന്ന് അന്വേഷിക്കാനും പറയുന്നു. ഇനി അഥവാ ഷാർലറ്റ് നുണ പറഞ്ഞതാണെങ്കിൽ ബാക്കി അപ്പ കാണാമെന്ന് പറഞ്ഞ് ഷാർലറ്റിനെ ബോ വിരട്ടുകയാണ്. എന്നാൽ ട്രാവിസ് പോയി വേണനോട് ആ കാര്യം അന്വേഷിച്ചപ്പോൾ ഷാർലറ്റ് പറഞ്ഞ പോലെ അയാൾക്ക് സ്വന്തമായിട്ട് ഒരു കാറില്ലായിരുന്നു. എന്നാലും ഷാർലറ്റ് എന്തിനാണ് എനിക്ക് കാറില്ലാത്ത കാര്യം നിന്നോട് പറഞ്ഞതെന്ന സംശയത്തിലാണ് വേണൻ. അവര് തമ്മിൽ കാഷ്വലായ ഒരു സംസാരം ഉണ്ടായപ്പോൾ ഈ വിഷയത്തിലേക്ക് വന്നതാണെന്ന് ട്രാവിസ് അവിടെ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടി വേണനോട് നുണ പറയുന്നു. എന്നിട്ട് വിഷയം മാറ്റാൻ വേണ്ടി ട്രാവിസ് ബാത്റൂമിലേക്കുള്ള വഴി ചോദിച്ചറിയുകയാണ്. അടുത്ത സീനിൽ ഒരു യങ് കപ്പിൾസ് ആയ സിബിലിനെയും മൈൽസിനെയുമാണ് കാണിക്കുന്നത്. സോ മൈൽസ് അവിടെ ഗൺ ഷൂട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഡെസേർട്ടിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ അവരും ആ ബാങ്ക് കവർച്ച നടന്ന സംഭവം അറിഞ്ഞിട്ടുണ്ട്. അതേസമയം ഗാവിൻ ആ റെസ്റ്റോറന്റിലേക്ക്
എത്തിയിരിക്കുകയാണ്. ചാർലി ആവശ്യപ്പെട്ട കോഫി മേടിക്കാനാണ് അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഷാർലറ്റിനെ കണ്ടതും അവൾ അവനോട് ഗ്യാസ് സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ ഗാവിൻ കസ്റ്റമേഴ്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷാർലറ്റ് 3 കപ്പ് കോഫി പാർസൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ചാർലിയുടെ കപ്പിൽ ഹെൽപ്പ് എന്ന് എഴുതിയിട്ട് പതിവിലും കൂടുതൽ മധുരം ചേർക്കുകയാണ്. മധുരം ഏറിയാൽ ചാർലി അത് ശ്രദ്ധിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു ഹെൽപ്പ് സിഗ്നൽ നൽകാനാണ് അവൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് കണ്ടതും ബോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചാർലിക്ക് മാത്രം എന്താ സ്പെഷ്യലായിട്ട് കോഫി ഉണ്ടാക്കിയതെന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടിയായി ചാർലിക്ക് മധുരം പറ്റാത്തത് കൊണ്ടാണെന്ന് ഷാർലറ്റ് പറയുന്നു. അങ്ങനെ ട്രാവിസ് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ പുറത്ത് ഒരു പോലീസുകാർ കിടക്കുന്നത് കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടിപ്പോവുകയാണ്. സോ അവൻ ആ ഡോറിന്റെ ക്യാപ്പിലൂടെ അകത്തേക്ക് നോക്കിയതും ഗാവിൻ പുറത്തേക്ക് വന്നതും അവർ തമ്മിൽ കൂട്ടിയിടിച്ച് കോഫി മുഴുവനും തലയിൽ പോയതും ഒരുമിച്ചായിരുന്നു. ഗാവിൻ വീണ്ടും അകത്തേക്ക് കയറിയിട്ട് അവന്റെ യൂണിഫോം തുടച്ചുകൊണ്ട് വീണ്ടും അതേ കോഫി ഓർഡർ ചെയ്യുകയാണ്. അങ്ങനെ ഗാവിൻ കോഫിയുമായി പുറത്തേക്ക് പോയതിനു ശേഷം വേണം എല്ലാവരെയും ഒരു കാര്യം അറിയിക്കാനായി അകത്തേക്ക് കടന്നു വന്നതാണ്. എന്നാൽ കയറി ചെല്ലുമ്പോൾ തന്നെ ടെലിഫോണിന്റെ വയറ് മുറിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ വേണന് എന്തോ പന്തിക്കോട് മണക്കുന്നുണ്ട്. ഇപ്പൊ ഗാവിൻ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഷാർലറ്റിനെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് എന്തോ വിഷമമുള്ള പോലെ തോന്നിയിരുന്നെന്ന് ചാർലിയോട് പറയുകയാണ്. അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് വയ്യാതിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കും അവൾ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചാർലിയും മറുപടി പറയുന്നു. അതേസമയം സിബിലും മൈലും അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൈൽ സിബിലിനോട് നമുക്കൊരു ബാങ്ക് കൊള്ളയടിച്ചാലോ എന്ന് ഒരു തമാശ എന്നോടും പറയുന്നുണ്ട്. ഒടുവിൽ അവരും ആ ഗ്യാസ് സ്റ്റേഷനിലേക്ക് ഗ്യാസ് നിറക്കാൻ വേണ്ടി കയറുകയാണ്. അവർ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് ആ ബാങ്ക് കൊള്ളയടിച്ചമാരുടെ കാർ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സോ റെസ്റ്റോറന്റിന് അകത്തേക്ക് ശബ്ദം കേൾക്കാതിരിക്കാൻ മൈൽസ് പതുക്കെ ആ കാറിന്റെ ഡെക്ക് തുറക്കാൻ ശ്രമിക്കുകയാണ്. അതിലായിരിക്കും അവർ മോഷ്ടിച്ച പൈസ ഉണ്ടായിരിക്കുക എന്ന് വിചാരിച്ച്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വേണൻ അവരെ കണ്ട് അങ്ങോട്ട് വന്നതുകൊണ്ട് അവരാ ശ്രമം ഉപേക്ഷിച്ച് സാധാരണ പോലെ പെരുമാറുകയാണ്. എല്ലാവരോടും പറഞ്ഞ പോലെ അവരോടും ട്രക്ക് വരുന്നവരെ ആ റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യാനായി വേണൻ പറയുന്നു. അവർ അകത്തേക്ക് ചെന്നിട്ട് കഴിക്കാൻ ഓർഡർ ചെയ്തിട്ട് ആ കവർച്ചക്കാർ ആരായിരിക്കുമെന്ന് ചുറ്റിനും നോക്കിയിട്ട് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുകയാണ്. അന്നേരമാണ് പീറ്റ് എന്നൊരു സ്ട്രേഞ്ചർ കൂടി അങ്ങോട്ട് കടന്നു വരുന്നത്. അയാൾ ഷാർലറ്റിന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. അവനും കഴിക്കാൻ ഫുഡ് ഓർഡർ ചെയ്ത് ഇരിക്കുമ്പോഴാണ് ബോ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ വണ്ടിയിൽ ഗ്യാസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. ഇന്നലെ താൻ വണ്ടിയിൽ ഗ്യാസ് ഫിൽ ചെയ്തിരുന്നെന്നും പീറ്റ് പറയുന്നു. ഇവിടെ ഗ്യാസ് ഉള്ള ഒരേ ഒരു കാർ അയാളുടേതാണെന്ന് ബോ മനസ്സിലാക്കിയതോടെ അത് അടിച്ചു മാറ്റാനുള്ള ഒരു പദ്ധതിയും ബോയുടെ മനസ്സിലുണ്ട്. ഈ പീറ്റും ഷാർലറ്റും ഫ്രണ്ട്സ് ആണെന്ന് അവരുടെ സംസാരത്തിൽ ബോയ്ക്ക് മനസ്സിലായിരുന്നു. സോ ഷാർലറ്റിനെ ഇരയാക്കിയിട്ട് അവളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവനോട് ആ കാറിന്റെ കീ തരാൻ പറയുകയാണ്. അത് കണ്ടപാട് അവിടെ ഉണ്ടായിരുന്ന ആ പ്രായമായ ആൾ അയാളുടെ സേഫ്റ്റി ഗൺ എടുത്തിട്ട് ബോയുടെയും ട്രാവിസിന്റെയും നേർക്ക് ചൂണ്ടിയിട്ട് വിരട്ടുകയാണ്. ആ തക്കം നോക്കി പീറ്റും അവന്റെ ഗണ്ണെടുത്തിട്ട് ആർക്കു നേരെ പിടിച്ച് അവളെ വെറുതെ വിടാൻ വേണ്ടി പറയുകയാണ്. അതിനിടയിൽ ഷാർലറ്റ് അവളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന കത്തി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ മൈൽസും ഗണ്ണെടുത്തിട്ട് അവരുടെ കൂടെ ചേരുകയാണ്. എന്നാൽ മൈൽസ് ഗണ്ണ് ചൂണ്ടിരിക്കുന്നത് പീറ്റിന് നേരെയാണ്. ബോയെയും ട്രാവിസിനെയും സഹായിക്കാനാണ് മൈൽസ് നോക്കുന്നത്. പകരം ആ പണത്തിൽ നിന്നും ഒരു പങ്ക് അവനും നൽകണമെന്ന് മൈൽസ് ഒരു ഡീൽ പറയുകയാണ്. ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ഡീലിന് സമ്മതിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ലെന്ന് മനസ്സിലാക്കി ബോ ആ ഡീലിന് സമ്മതിക്കുന്നു. എന്നാൽ ഷാർലറ്റ് സേഫ് ആവാതെ പീറ്റ് ആ കാറിന്റെ കീ വിട്ടുകൊടുക്കുകയില്ലെന്ന് വാശി പിടിക്കുകയാണ്. അപ്പോഴേക്കും ഷാർലറ്റ് അവരുടെ പോക്കറ്റിൽ നിന്നും കത്തിയെടുത്ത് ബോയെ കുത്തിയതും അവർ തമ്മിൽ ഗൺഷോട്ട് തുടങ്ങുകയാണ്. അതിൽ ആ കത്തി കച്ചവടക്കാരനും സിബിലും ട്രാവിസും ഒഴികെ ബാക്കി എല്ലാവരും വെടിയേറ്റും മരിക്കുകയാണ്. വെടിവെച്ച് കേട്ട് വന്ന വേണൻ ഒറ്റ ഷോട്ടിന് ട്രാവിസിന്റെ കഥ കഴിക്കുന്നു. അതേസമയം വെടികൊണ്ട് മരിക്കാറായ ബോ വേണനെയും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവിടെ ആകെ ബാക്കിയുള്ളത് സിബിലും ആ കച്ചവടക്കാരനുമാണ്. സോ സിബിൽ ആ പണം തനിക്ക് മാത്രമായി സ്വന്തമാക്കാമെന്ന് വിചാരിച്ച് അവനെയും കൊല്ലാൻ വേണ്ടി ഗണ്ണ് അവന് നേരെ പിടിക്കുകയാണ്. എന്നാൽ അവൾ വെടിവെക്കുന്നതിന് മുമ്പ് തന്നെ അവനൊരു കത്തി ഉപയോഗിച്ച് സെൽഫ് ഡിഫൻസ് ചെയ്ത് അവളെ കുത്തിക്കൊല്ലുകയാണ്. ഇപ്പൊ അവനൊഴികെ ബാക്കി എല്ലാവരും മരിച്ചത് കൊണ്ട് അവൻ ആ കവർച്ചക്കാരുടെ വണ്ടിയിലേക്ക് വേറൊരു കാറിൽ നിന്നും ഗ്യാസ് എടുത്തിട്ട് നിറക്കുകയാണ്. അതേസമയം ഇവിടെ ചാർലിക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. കാരണം റെസ്റ്റോറന്റിലേക്ക് വിളിച്ചിട്ടും ഗ്യാസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടും ആരും തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. സോ ഗാവിൻ അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ആ കച്ചവടക്കാരൻ അവിടെ നിന്നും പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ വേറൊരു കപ്പിൾസ് അങ്ങോട്ട് വരികയാണ്. അവിടെ ആരെയും കാണാത്തത് കൊണ്ട് അയാൾ ആ റെസ്റ്റോറന്റ് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അവിടെയുള്ള നെട്ടിക്കുന്ന കാഴ്ച കണ്ടതും കേറിയ പോലെ അവൻ പുറത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് അവന്റെ ഭാര്യയോട് അതിനകത്തേക്ക് പോകരുതെന്ന് പറയുന്നുണ്ട്. അവര് പോലീസിനെ വിളിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി ആ കച്ചവടക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്ന് അവൻ ഈ കൊലപാതകങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവരവനെ വിശ്വസിക്കുന്നില്ല. അതോടെ മുന്നിലൊരു വഴിയുമില്ലാതെ വന്നപ്പോൾ അവൻ ഒരു തോക്കെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നിട്ട് അവനെ ഇവിടെ കണ്ട കാര്യം പോലീസിനോട് പറയാതിരിക്കാൻ $10,000 അവനവർക്ക് ഓഫർ ചെയ്യുന്നു. എന്നാൽ അത്രയും വലിയ തുക തരാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവർ അതിന് സമ്മതിച്ചെങ്കിലും പിന്നീട് അത് മോഷ്ടിച്ച പണമായതുകൊണ്ട് അവരെയും പോലീസ് പിടിക്കുമെന്ന് മനസ്സിലായപ്പോൾ അവർ ആ ഡീലിനോട് സമ്മതിക്കാതിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ആ കച്ചവടക്കാരൻ അവരെ ഷൂട്ട് ചെയ്തതും
അവന്റെ തോക്കിൽ നിന്നും ഉണ്ട വരാതെയായപ്പോൾ അവര് തമ്മിൽ അടികൂടാൻ തുടങ്ങുകയാണ്. അബദ്ധത്തിൽ ആ തോക്കിനെ ട്രിഗർ നീങ്ങി അത് നേരെ അവന്റെ ഭാര്യയ്ക്ക് കൊള്ളുകയും ചെയ്യുന്നു. അവസാനം അവൻ അവളുടെ ഭർത്താവിനെയും കൊന്നിട്ട് അവിടെ നിന്നും പോകാൻ നിന്നപ്പോൾ അവര് വന്നിരുന്ന കാറിൽ ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. എന്നാൽ ആ കുഞ്ഞിനെ മാത്രം വെറുതെ വിട്ടിട്ട് അവൻ ആ വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോകുന്നു. അവൻ പോയി അല്പസമയത്തിന് ശേഷമാണ് ചാർലിയും ഗാവിനും അവിടേക്ക് വരുന്നത്. അവന്റെ ഭാര്യ ഷാർലറ്റ് മരിച്ചു കിടക്കുന്നത് കണ്ടതും ചാർലി ആകെ തകർന്നു പോവുകയാണ്. സോ ചാർലി അവിടെ മൊത്തം ഒന്ന് പരിശോധിച്ചതിനു ശേഷം ആ ബാങ്ക് കൊള്ളയടിച്ചവന്മാർ തന്നെയായിരിക്കും ഈ കൊലകളെല്ലാം ചെയ്തിട്ടുണ്ടാവുക എന്ന് ഗാവിനോട് പറയുകയാണ്. ശേഷം ആ റോഡിൽ ഗ്യാസോലിൻ ലീക്കായിരിക്കുന്നത് ചാർലിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പോ ഇവരെ കൂടാതെ വേറെ ആരോ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചാർലി മനസ്സിലാക്കുകയാണ്. മാത്രമല്ല ആ കപ്പിൾസിന്റെ കാറിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെയും അവൻ കാണുകയാണ്. ആ കുഞ്ഞിനെ എടുത്ത് ഗാവിനെ ഏൽപ്പിച്ചിട്ട് ചാർലി ആ കച്ചവടക്കാരന്റെ കാറിന്റെ പിറകെ പോവുകയാണ്. കൂടെ ബാക്കപ്പിന് ആളെ വിളിക്കാനും ഗാവിനോട് ചാർലി പറയുന്നുണ്ട്. ഇപ്പൊ ആ കച്ചവടക്കാരന്റെ വണ്ടിയിൽ ഗ്യാസ് ലീക്ക് ആയിരിക്കുന്നത് കൊണ്ട് പകുതി വഴിയിൽ വെച്ച് വണ്ടി നിൽക്കുകയാണ്. പിന്നീട് അവൻ ആ ഡിക്കിൽ നിന്നും പൈസയും എടുത്ത് നടക്കാൻ ആരംഭിക്കുമ്പോൾ കഥയുടെ തുടക്കത്തിൽ മറഞ്ഞു കിടക്കുന്ന ആ ഗ്യാസ് ട്രക്ക് അവൻ കാണുകയാണ്. അതേസമയം അവന്റെ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് ചാർലി അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ കാറിൽ ആരും തന്നെ ഇല്ലെന്ന് മനസ്സിലാവുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ അപ്പുറത്ത് ആ ട്രക്ക് മറിഞ്ഞു കിടക്കുന്നതും അതിനടുത്തായി ആ കച്ചവടക്കാരൻ നിൽക്കുന്നതുമാണ് കാണുന്നത്. ചാർലി ഒരു വാണിംഗ് ഷോട്ട് പൊട്ടിച്ചതിനു ശേഷം പതുക്കെ അതിന്റെ അടുത്തേക്ക് ചെന്ന് ആ ട്രക്കിന്റെ മറുവശത്ത് ഒളിച്ചിരിക്കുന്ന അവനോട് പുറത്തു വരാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ അവൻ ആ കൊലകൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും അവൻ മാത്രം രക്ഷപ്പെട്ട് പുറത്തു വന്നതുകൊണ്ട് അവൻ തന്നെയാണ് കുറ്റവാളി എന്ന് ചാർലിക്ക് ഉറപ്പാണ്. അതോടെ അവൻ ആ ഗ്യാസ് ട്രക്കിൽ നിന്നും ലീക്കായ ഗ്യാസോലിനിൽ തീയിട്ട് ഓടാൻ ശ്രമിച്ചതും ചാർലി അവനെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ ആ ട്രക്ക് പൊട്ടിത്തെറിച്ച് ചാർലിയും മരിക്കുകയാണ്.